ഈ സായാഹ്നത്തിൽ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ അനുരാഗികൾക്കും നമസ്കാരം. ആ വിളി കേൾക്കാൻ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും, അല്ലേ? നമ്മളെല്ലാവരും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അനുരാഗികളായിരിക്കണേ എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ സന്ധ്യയിലുള്ള പ്രാർത്ഥന. അതിനായി നമ്മളെ ഏറ്റവും അധികം പ്രേരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും മലയാള സിനിമാ ഗാനങ്ങൾ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഓരോ തവണയും വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലേക്ക് വരുമ്പോൾ സംഭവിക്കാറുള്ളത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. ഞാൻ എപ്പോഴും പ്രദീപേട്ടനോട് പറയാറുണ്ട്, GS പ്രദീപിൻ്റെ മാസ്മരിക വാക്കുകളുടെ ശക്തിയെ പിന്തുടരാനായിട്ട് കഴിവുള്ള പ്രഭാഷകർ വളരെ കുറവാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞ് എന്നെ വിളിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുടിപ്പാണ്. എനിക്കെപ്പോഴും മനസ്സിൽ തോന്നുന്നൊരു കാര്യം, പ്രതിവേട്ടൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കെപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്, അറിവിൻ്റെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് GS പ്രദീപ് എന്നുള്ളൊരു വ്യക്തി. നമുക്ക് എല്ലാവർക്കും പല ഘട്ടങ്ങളിലായി ജീവിതത്തിൽ അറിവ് ലഭിക്കാറുണ്ട്. പക്ഷെ ആ അറിവൊക്കെ പലപ്പോഴും ഹ്രസ്വകാലത്തേക്കുള്ള അറിവുകളാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർക്ക്. ഈ അറിവിൻ്റെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. ആ അറിവിൻ്റെ ആയുസ്സിനെ ഇങ്ങനെ അനന്തമായി വർദ്ധിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എപ്പോഴും അദ്ദേഹത്തെ കാണുന്നത്. ഓർമ്മ എന്നുള്ളതും മറവി എന്നുള്ളതും രണ്ടും അറിവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വികാരങ്ങളുടെ കാര്യത്തിലും വളരെ പ്രസക്തമായ രണ്ട് കാര്യങ്ങളാണ്. ഇന്നലെ അവിടെ ഞങ്ങൾ സിനിമാ കോൺക്ലേവിൽ ഇരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും സാംസ്കാരിക വകുപ്പിൻ്റെ ഒരു നാഴികക്കല്ലായി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ഉദ്യമമായിരുന്നു സിനിമാ കോൺക്ലേവ്. അവിടെയും ഓർമ്മയെക്കുറിച്ച് ചിലർ സംസാരിച്ചു. ചില ഓർമ്മകൾ അറ്റുപോകുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ചിലർ ഒരേ തെറ്റുകൾ ആവർത്തിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ചില ഓർമ്മപ്പെടുത്തലുകളുടെ ആവശ്യം മനുഷ്യന് എന്നും ആവശ്യമുണ്ട്. പക്ഷെ ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിനെ മുരടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഓർമ്മയും പ്രതീക്ഷയും തമ്മിലുള്ള ഒരു സന്ധി എന്നുള്ളത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വ്യക്തിയെ, ഒരു പുതിയ മനുഷ്യനെ നാം കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു സന്ധി ഇതാണ്. നമ്മുടെ ഓർമ്മകളുടെയും നമ്മുടെ പ്രതീക്ഷകളുടെയും ഒരു സന്ധിയാണ് ഒരു പുതിയ മനുഷ്യൻ, ഒരു പുതിയ ബന്ധം എന്നുള്ളത്. അന്ന് വരെ നമുക്കുണ്ടായിട്ടുള്ള ഓർമ്മകളുടെ അനുഭവത്തിൻ്റെ ഒരു തണലിലാണ് നമ്മളെപ്പോഴും ഈ ഒരു പുതിയ ബന്ധത്തെ അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തിയെ കാണുന്നത്. എന്നാൽ അതിനു മുന്നിൽ പ്രതീക്ഷയുടെ ഒരു വലിയ വെളിച്ചം ഇങ്ങനെ തൂകി നിൽക്കുകയും ചെയ്യും. ആ ഒരു സന്ധിയിലാണ് സാധാരണഗതിയിൽ എല്ലാവരും പ്രണയഭരിതരാകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ പലപ്പോഴും fall in love എന്നാണ് പറയാറുള്ളത്. അങ്ങനെ എത്ര പേരാണ് ശരിക്കും വീണു പോകാറുള്ളത് എന്നെനിക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ വഴിത്താരകളെ നമ്മെ വഴി നടത്തുന്ന ഒന്നായി പ്രണയം മാറാറുണ്ട് എന്നാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. ഈ ഓർമ്മയും പ്രതീക്ഷയും കുറിച്ച് പറയുമ്പോൾ കൽപ്പറ്റ സാറിൻ്റെ ഒരു കവിതയുണ്ട്, സംവാദം എന്ന് പറഞ്ഞിട്ട്. ആ സംവാദത്തിലെ ഒരു വരി അദ്ദേഹം പറയുന്നത്, ഓർമ്മ പ്രതീക്ഷയുടെ കയ്യിലെടുത്ത് പതുക്കെ തലോടിക്കൊണ്ടിരുന്നു. എന്താണ്? ഓർമ്മ പ്രതീക്ഷയുടെ കയ്യിലെടുത്ത് പതുക്കെ തലോടിക്കൊണ്ടിരുന്നു. ആരാരെയാണ് ആശ്വസിപ്പിക്കുന്നതെന്ന് അറിയാറാവുന്നതുവരെ, അറിയാതെയാകുന്നതുവരെ എന്ന്. ആരെയാണ് ആശ്വസിപ്പിക്കുന്നതെന്ന് അറിയാറാകുന്നത് വരെ തലോടിക്കൊണ്ടിരുന്നു, അറിയാതാകുന്നതുവരെ എന്ന്. എത്ര മനോഹരമായാണ് ഓർമ്മയെയും പ്രതീക്ഷയും ആ ഒരു നിമിഷത്തിലേക്ക് അദ്ദേഹം ചാലിച്ചെടുക്കുന്നത് എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു.
പ്രണയത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ സംഭവിക്കുന്നത് ശരിക്കും ഇത് തന്നെയാണ്. ആരാരെയാണ് ആശ്വസിപ്പിക്കുന്നതെന്ന് അറിയാറാകുന്നത് വരെ നമ്മൾ പ്രണയിച്ചു കൊണ്ടേയിരിക്കും, അറിയാതാകുന്നത് വരെയും പ്രണയിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ അലിഞ്ഞു ചേരാൻ സാധിക്കുന്ന ഒരനന്തമായിട്ടുള്ള അനുഭൂതിയാണ് പ്രണയം എന്നുള്ളത്. അത് കവികൾക്ക് മാത്രമോ കാൽപ്പനികതയ്ക്ക് മാത്രമോ വിട്ടുകൊടുക്കേണ്ടുന്നൊരു കാര്യമല്ല. പക്ഷെ ഒരുപക്ഷെ കാൽപ്പനികതയുടെ ഒരു ഉത്തുംഗ പദത്തിൽ നിന്നും മലയാള മനസ്സുകളിലേക്ക് പ്രണയത്തിൻ്റെ അനുഭൂതി നിറച്ചു കൊടുത്തവർ നമ്മുടെയൊക്കെ സിനിമാ ഗാനരചയിതാക്കളാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. വളരെ ലളിതമായ വാക്കുകളിലൂടെ ഘനഗംഭീരമായിട്ടുള്ള വികാരങ്ങൾ എങ്ങനെയാണ് മനുഷ്യ മനസ്സുകളെ ഉലയ്ക്കുന്ന രീതിയിൽ എഴുതി ചേർക്കുവാൻ സാധിക്കുന്നത്, സംഗീതത്തിലൂടെ അവ എങ്ങനെയാണ് വിളമ്പാൻ സാധിക്കുന്നത് എന്നുള്ളതൊക്കെ മലയാള സിനിമാ ഗാനശാഖ കഴിഞ്ഞാലേ മറ്റൊരിടത്തേക്ക് നമുക്ക് എത്തി നോക്കാൻ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളവും തമിഴും ഗാനശാഖകൾ ഒരുപോലെ ആസ്വദിച്ച് പഠിച്ച് വളർന്നിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയിലാണ് ഞാനത് പറയുന്നത്. അതിനുശേഷം മറ്റ് ഗാനശാഖകളും ആസ്വാദക എന്നുള്ള നിലയിലെങ്കിലും മറ്റ് ഗാനശാഖകളിലേക്കും ചേക്കേറിയിട്ടുണ്ട് എന്നെങ്കിലും പ്രണയം എന്നുള്ള ഒരു ഭാവം അത്ര അനന്യമായി അവതരിപ്പിക്കുന്ന മറ്റൊരു മേഖലയുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മലയാള ഗാനശാഖയെ കൂടുതൽ ആമോദത്തോടുകൂടി അനുരാഗവൽക്കരിക്കാനായി നമ്മുടെ വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന, ഇനി 3 ദിവസങ്ങൾ നടക്കാനിരിക്കുന്ന അനുരാഗത്തിൻ്റെ ഓഗസ്റ്റ് എന്നുള്ള ഈ സന്ധ്യാനേരത്തിൽ ഈ വർണ്ണാഭമായിട്ടുള്ള സായാഹ്നം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി, ഏറെ സ്നേഹത്തോടുകൂടി, പ്രണയഭരിതമായ മനസ്സോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കട്ടെ. ഈ നമ്മുടെ ഈ വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മുടെ സദസ്സാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അതുകൊണ്ട് അവർക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ട് മാഡം പോയി കഴിഞ്ഞാലേ ഇവരെ മുഴുവൻ തെറി വിളിക്കുന്നത് ഞങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ പ്രണയഗാനം അവർ പാടും. ഉദ്ഘാടനം ഒരു പ്രണയഗാനം പാടിക്കൊണ്ടാകട്ടെ.